നമസ്കാരം. നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു. കൊച്ചിയിൽ ഉൾപ്പെടെ 2 ദിവസത്തെ പരിപാടികളാണ് മോദിക്ക് നിലവിൽ കേരളത്തിലുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് റോഡ് മാർഗമാണ് തൃപ്രയാറിലേക്ക് എത്തുന്നത്. എന്തായാലും തൃപ്രയാർ ക്ഷേത്രത്തിൽ ഇന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും സുരക്ഷാ പരിശോധന അടക്കം നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഗുരുവായൂരുള്ളപ്പോൾ പിന്നെ എന്തിനാണ് മോദി തൃപ്രയാറിലേക്ക് പോകുന്നത് എന്ന ഒരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരാം. പക്ഷേ ഗുരുവായൂരിനേക്കാൾ വലിയ വാർത്താ പ്രാധാന്യം തൃപ്രയാർ ക്ഷേത്രത്തിൽ ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ദക്ഷിണേന്ത്യയിൽ തന്നെ അപൂർവമായ അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമായ ശ്രീരാമ ക്ഷേത്രങ്ങളിലൊന്ന് തൃപ്രയാറാണ്. ജനുവരി 22-ാം തീയതി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ മോദി ഇത്തരത്തിൽ ദക്ഷിണേന്ത്യയിലുള്ള മറ്റൊരു ശ്രീരാമ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുകയാണെങ്കിൽ തീർച്ചയായും അത് ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ റിപ്പോർട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനോടൊപ്പം തന്നെ ഒരു പിൽഗ്രിം ടൂറിസം അല്ലെങ്കിൽ തീർത്ഥാടകരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ടൂറിസത്തിന് മോദി ഊന്നൽ നൽകുന്നുണ്ട്. അങ്ങനെ മോദി പോയി ഹിറ്റായ പല സ്ഥലങ്ങളുമുണ്ട്. ഏറ്റവും ഒടുവിലായി ലക്ഷദ്വീപ് വരെ ആ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൃപ്രയാറിലേക്ക് മോദി വരുമ്പോൾ എന്തായിരിക്കും ഇതിന് പിന്നിലുള്ള ലക്ഷ്യം എന്നതിനെ കുറിച്ച് വിശദമായ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും അധികം എടുത്തു പറയുന്നത് ദക്ഷിണേന്ത്യയിലുള്ള ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് മോദി എത്തുന്നു. ഇതിന് ലഭിക്കുന്ന ഒരു വാർത്താ പ്രാധാന്യം അയോധ്യയുമായി ചേർത്ത് വായിക്കപ്പെടും എന്നത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.